ഞാൻ അവിടെ ബാത്റൂം തുറന്നപ്പോൾ നേരെ മിറർ കണ്ടു അറിയാതെ. അപ്പോൾ നോക്കുമ്പോൾ തലയിൽ ഇങ്ങനെ ഒരു ഭാഗം കുഴിഞ്ഞ് കുറച്ച് ഡെപ്തുള്ള ഒരു കുഴി, ബാക്കി ഭാഗത്ത് ഫ്ലഷും ഇതൊന്നും ഇല്ലാണ്ട് നിറയെ ബ്ലഡ് പിടിച്ചിരിക്കുന്നൊരു ഇത് കണ്ടു. പെട്ടെന്ന് അത് കണ്ടപ്പോൾ ഒന്ന് പാനിക്കായി. എനിക്കൊരു നോർമൽ ഹെഡേക്ക് പോലും വരാത്തതാണ്. ഞാനതുപോലെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ ജീവിച്ചോടാണ് മര്യാദ കുറഞ്ഞിട്ട് 85 ദിവസമായി. പനമ്പിള്ളി നഗർ ഇൻസൈറ്റ് എന്ന് പറയുന്നൊരു ഇൻസൈറ്റ് ഡെർമാ ക്ലിനിക് എന്ന് പറയുന്നൊരു ക്ലിനിക്കിൽ പോയിട്ട് എനിക്ക് കുറച്ച് നെറ്റിയിൽ മുടി പോയിട്ടുണ്ടായിരുന്നു. ആ മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോയിട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതാണ്. അവർ ഹെഡ് വാഷ് പറഞ്ഞിരുന്നത് മാർച്ച് 7-ാം തീയതിയാണ്. മാർച്ച് 7-ാം തീയതി ആയപ്പോഴേക്കും തല ശരിക്ക് ഇൻഫെക്റ്റഡ് ആയി, ഡിസ്ചാർജ് വന്നു, നെറ്റിയിൽ വരെ കളർ ചേഞ്ച് വന്നു, സിവിയർ പെയിൻ കൊണ്ട് ഉറങ്ങാൻ പോലും. ഒന്നാതെ കഷണ്ടിക്ക് മരുന്നില്ല. ആണുങ്ങളുടെ ഏറ്റവും വലിയ ഇൻസെക്യൂരിറ്റീസിൽ ഒരെണ്ണമാണ് ഈ കഷണ്ടി മുടി പൊഴിഞ്ഞു വന്ന സാധനം. അതിനൊരു സൊല്യൂഷനാണ് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ്. അത് ഇത്രയും നാൾ യാതൊരു പ്രശ്നമില്ല. ഞാനൊക്കെ മുടിയൊക്കെ വല്ലപ്പോഴും പൊഴിഞ്ഞു വന്ന സമയമാകുമ്പോൾ കൊണ്ടുപോയി ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്നുള്ള ആശ്വാസത്തിലാണ് ഇരുന്നത്. ഇനിയിപ്പോൾ അതും പേടിയാ തുടങ്ങിയല്ല. ആ മനുഷ്യന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കണം. പാവം, സങ്കടം കൊണ്ടാണ് അയാൾ കരഞ്ഞത്. എന്ത് ഭീകര അവസ്ഥയിൽ തലയൊക്കെ പിടിച്ച് ഉറങ്ങാനും പറ്റാതെ നിങ്ങൾ കഠിനമായ അവസ്ഥ കേട്ടോ. എന്തായാലും ആ ഹോസ്പിറ്റൽ ഏതാണെന്ന് കാണിച്ചല്ലോ. മാതൃഭൂമിക്ക് എന്തായാലും നന്ദിയുണ്ട്. ഇനി മുതൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഇതും ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥ എത്തിയല്ലോ. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ന്യൂസ് വേറെ എവിടെയും കേട്ടില്ല കേട്ടോ. ഇങ്ങനെ പുഴുത്തുന്ന അല്ലെങ്കിൽ വലിയ പച്ചില്ല ട്രാൻസ്പ്ലാന്റ് സക്സസ് ആവാതെ പോകുന്നത് അല്ലെങ്കിൽ ഫെയിൽ ആയി പോകുന്ന കേസൊക്കെ ഉണ്ട്. പക്ഷേ ഇതുപോലെ ഡേഞ്ചർ ആവുന്ന സിറ്റുവേഷൻ ഇതുവരെ കേട്ടിട്ടില്ല. പെട്ടെന്ന് തന്നെ റിക്കവർ ആയി വരട്ടെ.